കോട്ടേക്കാട്ടുകര 1-2 വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം ഒരുക്കി. ആലുവ നഗരസഭാ ചെയർമാൻ എം.ഒ. ജോൺ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നിലനിൽക്കുന്നിടത്തോളം ഇന്ത്യൻ ജനാധിപത്യവും മതേതരത്വവും തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മഹാത്മജി അവിടെ കഴിഞ്ഞു വേണ്ടി, പക്ഷെ അദ്ദേഹം നൽകിയ സന്ദേശം, അപ്പൊ അദ്ദേഹത്തെ കൊന്നത് അദ്ദേഹം ചില മത തീവ്രവാദികൾ ആഗ്രഹിച്ച തലത്തിൽ അദ്ദേഹം പെരുമാറിയില്ല, ഒരു പക്ഷത്തും നിന്നില്ല. ഗാന്ധിജിയുടെ പേരിലുള്ള ഏറ്റവും വലിയ ചാർജ് ഷീറ്റ് അതാണ് അവരുടെ ഹിന്ദുമത തീവ്രവാദികളുടെ, ഹിന്ദു മതവിശ്വാസികളുടേതല്ല, ഹിന്ദുമത തീവ്രവാദികളുടെ. അവിടെ ഇപ്പോൾ മുസ്ലിം തീവ്രവാദികളുണ്ട്, ക്രിസ്ത്യൻസ് തീവ്രവാദികളുണ്ട്, യഹൂദ ഇപ്പൊ ഗാസയിൽ നടക്കുന്നത് നമ്മൾ കാണുന്നത്. വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്കാകരുത്, അതൊരു പ്രത്യയശാസ്ത്രത്തിലാണ്. ആ പ്രത്യയശാസ്ത്രം എന്താണ്? ആ പ്രത്യയശാസ്ത്രം ലോക സമാധാനത്തിന് ഉതകുന്ന പ്രത്യയശാസ്ത്രം. അതിന്ന് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ തത്വശാസ്ത്രം മാത്രമേ. അതിനാണ് ഗാന്ധി കുടുംബസംഗമം. നമ്മൾ ഒത്തുകൂടുന്നു. ഇവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, പറയാൻ രാഷ്ട്രീയം എല്ലാവരും ഒത്തുകൂടുന്നു. നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കേരളത്തിൽ എത്രയോ സൗഹാർദ്ദപരമായ. ചടങ്ങിൽ കോൺഗ്രസ് 1-ാം വാർഡ് പ്രസിഡന്റ് എം ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. അൻവർ സാദത്ത് MLA, കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് തോപ്പിൽ അബു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PA മുജീബ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ ലത്തീഫ് പുഴിത്തറ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബാബു കൊല്ലംപറമ്പിൽ, മുൻ നഗരസഭാധ്യക്ഷ ലിസി എബ്രഹാം, നഗരസഭാംഗം ഷമി സെബാസ്റ്റ്യൻ, 1-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KB ജസിയ, ബൂത്ത് പ്രസിഡന്റ് MR ബാബു, മണ്ഡലം വൈസ് പ്രസിഡന്റ് PK മോഹനൻ, മുന്താസ് ടീച്ചർ എന്നിവർ സംസാരിച്ചു. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ, കലാപ്രതിഭകൾ, വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയവർ എന്നിവരെ ആദരിക്കുകയും ചെയ്തു. മഹാത്മാഗാന്ധി കുടുംബ സംഗമത്തെക്കുറിച്ച് നമ്മുടെ പ്രിയങ്കരനായ ശ്രീമാൻ M.O. ജോൺ ചരിത്രപരമായി തന്നെ കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. കേരളത്തിലെ എല്ലാ വാർഡുകളിലും മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തുകയാണ്. നേരത്തെ അവിടെ ചെയർമാൻ സൂചിപ്പിച്ച പോലെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ട് മാത്രമല്ല ഈ പരിപാടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 1885 രൂപീകൃതമായ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതും മനസ്സിലാക്കുന്നതും ഇത്തരം അപൂർവമായി നടക്കുന്ന യോഗങ്ങളിൽ മാത്രമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി 1885 തുടങ്ങിയ ആരംഭിച്ച ഈ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത്
സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഏതാണ്ട് 75 വർഷക്കാലത്തിലെ 6 പതിറ്റാണ്ടും ഇന്ത്യ രാജ്യം ഭരിച്ചത് കോൺഗ്രസ്സാണ്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആരംഭഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ, ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 47-ന് ശേഷം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയാകുന്നത് 1946 സെപ്റ്റംബർ മാസത്തിലാണ് മഹാത്മാഗാന്ധി നെഹ്റുവിൻ്റെ പേര് നിർദ്ദേശിക്കുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം 64 വരെ, അദ്ദേഹം മരിക്കുന്നത് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ഇപ്പോൾ മോദി പറയുന്നത് ഞാനാണ് ഇന്ത്യ രാജ്യത്തെ ഇങ്ങനെ ആക്കിയത് എന്നാണ് പറയുന്നത്. പുള്ളി 2014 അധികാരത്തിൽ വന്നത്. അപ്പൊ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ 30 കോടി ജനങ്ങളാണ് ഈ രാജ്യത്തുണ്ടായിരുന്നത്. ആളുകളെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ രാജ്യം ഭരിക്കുന്ന ആളുകൾ സമാനമായിട്ടുള്ള രീതിയിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ഭാഷയുടെ പേരിൽ ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് വെറുപ്പിൻ്റെ രാഷ്ട്രീയം വളർത്തിയെടുത്ത് ഈ നാട്ടിലെ അരാജകത്വത്തിലൂടെ അവരുടെ ഭരണം നടത്താനുള്ള ഒരു ശ്രമമായി മുമ്പോട്ട് പോവുകയാണ്. അവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി ഈ രാജ്യം തിരിച്ചറിയുന്നത്. എന്നൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തിക്ഷയം സംഭവിച്ചിട്ടുണ്ടോ, അന്നൊക്കെ ഈ രാജ്യത്തിനും ശക്തിക്ഷയം സംഭവിച്ചിട്ടുണ്ട്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം പ്രിയങ്കരനായ രാഷ്ട്രപിതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി വന്നിട്ട് 100 വർഷക്കാലം പിന്നിടുന്ന ഒരു സമയമാണ് ഇന്നിപ്പോൾ. നമുക്കറിയാം, രാഷ്ട്രപിതാവിന്റെ സാന്നിധ്യം ആലുവായി പല സ്ഥലങ്ങളിലായി UC കോളേജിലും അദ്വൈതാശ്രമത്തിലും ശിവരാത്രി നടപ്പുറത്തുമെല്ലാം അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഈ നഗരത്തിലുണ്ടായിട്ടുണ്ട്. ആ സ്മരണകളൊക്കെ പുതുക്കിക്കൊണ്ടാണ് കോൺഗ്രസ് കേരളത്തിലെ എല്ലാ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഇത്തരം കുടുംബസംഗമങ്ങളിൽ നമുക്കറിയാം, കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇതര പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാരെ ആദരിക്കപ്പെടുകയും അതുപോലെ തന്നെ ഒത്തൊരുമിച്ചിരുന്നു കൊണ്ട് നാം എല്ലാം അത്താഴം കഴിച്ച് പിരിയുന്ന ഒരു നിർദ്ദേശമാണ് KPCC നമുക്ക് നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ഇന്ത്യയിലുണ്ടായ ഒരു ഐക്യം, ഇന്ത്യയിലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ജനകോടികൾക്ക് യാതൊരു പേടിയും കൂടാതെ വളരെ ഐക്യത്തോടുകൂടി നമ്മുടെ അയൽവാസികൾ പോലും പരസ്പരം സ്നേഹിച്ച് കണ്ടാൽ മിണ്ടുക മാത്രമല്ല അത്രയേറെ ബന്ധങ്ങളുമായി മുന്നോട്ട് പോയ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ കാശ്മീരിൽ സംഭവിച്ച ഭീകരാക്രമണത്തിൽ നമ്മുടെ സഹോദരങ്ങൾ 26 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതും ഇവിടെ നടന്നത് ഒരു വർഗീയ രീതിയിൽ നമ്മുടെ രാജ്യത്തെ വിഘടിപ്പിക്കുവാനും ശിഥിലീകരിക്കുവാനും വേണ്ടിയുള്ള വിഘടനവാദികളുടെ ഒരു സംഘടിത നീക്കം ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ രാഷ്ട്രം മതേതരമാണ്. നമ്മുടെ രാഷ്ട്രം മതേതര ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് മഹാത്മജി വിഭാവനം ചെയ്ത നമ്മുടെ ഇന്ത്യ ഇന്നും സ്വാതന്ത്ര്യത്തിന് ശേഷം
ഈ 78 വർഷവും യാതൊരു ചിന്നലോ ചീറലോ ഇല്ലാതെ ഒരേ മുത്തുമാലയിലെ മുത്തുമണികളെ പോലെ, കോർത്ത മുത്തുമണികളെ പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ അസൂയ മൂത്ത നമ്മുടെ അയൽ രാജ്യം പോലെയുള്ള വർഗീയ രാഷ്ട്രങ്ങൾ നമ്മുടെ രാജ്യത്തെ ശിഥിലീകരിച്ചുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. എന്താണെന്ന് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ തന്നെ നടന്ന ജമ്മു കാശ്മീരിൽ നടന്ന ആ ഒരു പ്രശ്നം നമ്മളുടെ ഈ ഇന്ത്യ മറ്റേത് ലോക രാഷ്ട്രങ്ങളെക്കാൾ എന്തുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക മികവ് നേടിയിട്ടുള്ളതാണ്. എന്തുകൊണ്ട് കിലോമീറ്ററുകളോളം ഇത്രമാത്രം ആയുധ ശേഖരങ്ങളുമായി ഈ ഇവർ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നവർ ആരായാലും നമ്മുടെ രാജ്യത്തുള്ളവരല്ല എന്ന് കണ്ടാൽ ഇതൊന്നും അറിയാനുള്ളൊരു സംവിധാനമൊന്നും നമ്മുടെ നാട്ടിലില്ലേ? ഇന്ത്യൻ്റെ നമ്മുടെ റഡാർ സംവിധാനം, നമ്മുടെ ഇന്ത്യയുടെ ലോകരാഷ്ട്രങ്ങളിൽ വെച്ച ഏറ്റവും നല്ല സൈന്യം, ഇതെല്ലാമാണ് നമ്മുടെ ഇന്ത്യക്ക് അതിനെല്ലാം അഭിമാനിക്കത്ത രീതിയിലുള്ള എല്ലാവിധ വളർച്ചയും നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള നമ്മുടെ നെഹ്റു മുതൽ ഭരിച്ചിട്ടുള്ള എല്ലാ കോൺഗ്രസ് പ്രധാനമന്ത്രിമാരുടെ നേതൃത്വം നടന്ന എല്ലാവിധ വികസന പ്രവർത്തനങ്ങളും ശാസ്ത്രവും എല്ലാം നല്ല രീതിയിൽ തന്നെ വന്നു ഇന്ത്യയെ മികച്ച രാജ്യമാക്കി തീർത്തിട്ടുണ്ട്. ആ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായപ്പോഴും എന്തുകൊണ്ട് ഈ മോദി ഭരിച്ചതിന് ശേഷം എത്രയോ പ്രാവശ്യം കാശ്മീരിൽ തന്നെ, ഇന്ത്യയുടെ പ്രദേശം എന്ന് പറയുന്ന കാശ്മീരിൽ തന്നെ എത്രയോ പ്രാവശ്യം ഈ താലിബാൻ ഭീകരപ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു. എന്തുകൊണ്ടൊന്നും അമർ ചെയ്യാൻ കഴിയുന്നില്ല? പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് നമ്മൾ കേട്ടൊരു വാർത്ത, നമ്മുടെ തൊട്ടയൽവക്കം, നമ്മളെല്ലാവരും വളരെ നല്ല രീതിയിൽ സൗഹാർദ്ദപരമായി ജീവിക്കുന്ന, സമാധാനത്തിന്റെ സന്ദേശം മാത്രം കൊടുത്ത് ലോകരാഷ്ട്രങ്ങളിൽ ഒന്നായി നിൽക്കുന്നതാണ് ഇന്ത്യ മഹാരാജ്യം. ഒന്നാം വാർഡിൻ്റെയും രണ്ടാം വാർഡിൻ്റെയും സംയുക്തമായിട്ട് നടത്തുന്ന ഈ കുടുംബ സംഗമത്തിന് നമ്മൾ ആദ്യം തന്നെ നന്ദി പറയേണ്ടതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇതുപോലെ ഒരു ഐക്യത്തോട് കൂടിയിട്ടും അജണ്ടയോട് കൂടിയിട്ടും നല്ലൊരു സന്തോഷത്തോടും കൂടിയിട്ടും ഒരു വീട് പോലെ നമ്മൾ കഴിഞ്ഞു പോകേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്ന ഒന്നാം വാർഡിലെയും രണ്ടാം വാർഡിലെയും എൻ്റെ പ്രിയമുള്ള കോൺഗ്രസിനെ സ്നേഹിക്കുന്ന പ്രിയമുള്ളവരെ, ഈ യോഗത്തിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. നിങ്ങളെല്ലാവരെയും കാണുവാനും ഇതുപോലൊരു കുടുംബ സംഗമത്തിൽ തോട്ടക്കാട്ടുകര മണ്ഡലത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിലുള്ള സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. Our News Bureau, Aluva.